കുറെ എന്തൊക്കെയോ ഇപ്പൊ മുടിയൻ മാറി അതിനുശേഷം ചേച്ചി ഒരു വിഷയവുമായിട്ട് വരുന്നു. അപ്പൊ മലയാളികൾ ഒന്നടങ്കമാണ് അത് ഏറ്റെടുത്തത്. പക്ഷെ വീണ്ടും എന്തൊക്കെയോ സംഭവങ്ങൾ അപ്പൊ അത് നമ്മൾ ഇത്രയും കാലം അത്രയും ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതിപ്പോ ഇങ്ങനെ തെന്നി പോകുന്നത് കാണുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? അത് അങ്ങനെ സംഭവിച്ചു. ഇനി നമ്മള് നെക്സ്റ്റ് എന്ന് പറയാൻ നമ്മൾക്ക് എന്താണോ ദൈവം വിധിച്ചിരിക്കുന്നത് അതിലാണെങ്കിൽ അതില്ലെങ്കിൽ മറ്റൊന്നിലാണെങ്കിൽ മറ്റൊന്ന് അല്ലെ, ജീവിച്ചേ പറ്റുള്ളൂ എന്താണെങ്കിലും. ഇനി ആ ഒരു ടീം സംഭവിക്കില്ലേ ഇതുപോലെ ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട്? അറിയില്ല, അതെനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും സംഭവിക്കണമെന്നില്ല, നിർബന്ധമില്ല ഇല്ലേ. അതെങ്ങനെയാണോ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ. ജീവിക്കണമല്ലോ, എന്താണെങ്കിലും ജീവിച്ചേ പറ്റും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബിജു സോപാനം ഉണ്ടെങ്കിൽ തനിക്കുണ്ടായ കാര്യങ്ങൾ, അതോടെ തന്നെ എന്തുവാണ് കേസിൻ്റെ അപ്ഡേറ്റ്, അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത്. അതിനകത്തുണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ ഇപ്പോഴും കേസിൻ്റെ പുറകെ തന്നെയാണ്. എന്നാൽ പോലും തനിക്ക് ഒരു പേടിയില്ല, താനൊരു തെറ്റും ചെയ്തില്ലെന്ന് തനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഏത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടാൻ താൻ തയ്യാറാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇതേ കണക്കുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നിഷ ഇതേ കണക്കത്തുള്ള വെളിയിൽ വരിക, അതോടെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാത്തതെന്നുള്ളൊരു കാര്യം, ഇനി നിഷ തന്നെ അന്നുള്ളൊരു കാര്യം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ വിഷു സമയത്തുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ആ ഇൻ്റർവ്യൂവിലുണ്ടെങ്കിൽ ആ ആങ്കർ ഉണ്ടെങ്കിൽ പല രീതിയിലുള്ള ചോദ്യം ചോദിക്കുക, എല്ലാ കാര്യങ്ങളും വെളിയിൽ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ കുറച്ച് കാര്യങ്ങളെ മനസ്സിലായോളൂ. അവർ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഉപ്പുമുളകിലുള്ളവരുമായിട്ടുണ്ടെങ്കിൽ ഇനിയും ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം, ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് ഒന്നും കൂടെ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ചിലപ്പോൾ ഇല്ലാതെ ഇരിക്കാം, അതൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലാണ്. അതേ സമയത്തുണ്ടെങ്കിൽ ഈ ആങ്കർ ചോദിക്കുന്നുണ്ടായി, നിങ്ങൾ ബാക്കിയുള്ളവരിൽ എങ്ങനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നിഷ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ കൂടെ എത്ര ആൾക്കാരുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളോട് ഭയങ്കരമായിട്ട് സംസാരിക്കും, നമ്മുടെ അടുത്ത് പെരുമാറുക, അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ബന്ധം ഉണ്ടായിരിക്കും, പക്ഷേ നമുക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ പറ്റത്തില്ല. അത് കുറച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ താനുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ അധികം ആൾക്കാരെ ഒന്നും വിശ്വസിക്കത്തൊന്നുമില്ല. താനുണ്ടെങ്കിൽ കാണുന്നതോ അല്ലെങ്കിൽ തനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ളവരെ വിലയിരുത്തുന്നതെന്നാണ് നിഷ ഈ ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്.